നമ്മുടെ സ്വന്തം കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളെയും നദികളെയും പർവ്വതങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും പഠിക്കാൻ സഹായിക്കുന്ന ഒരു ചാനലാണ് ഇത്. അറിവും കൗതുകങ്ങളും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കേവർക്കും ഈ ചാനൽ വളരെ ഉപകാരപ്പെടും. അതിനാൽ തന്നെ ഞങ്ങൾ തുടർന്ന് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. കടലുണ്ടിപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളിൽ ഏറ്റവും വലിയ നദി 244 കിലോമീറ്ററുള്ള പെരിയാറും ഏറ്റവും ചെറിയ നദി 14 കിലോമീറ്ററുള്ള മഞ്ചേശ്വരം പുഴയുമാണ്. 15 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുഴകളെയാണ് നദികളുടെ ഗണത്തിൽ കണക്കാക്കുന്നത്. എന്നാൽ ഇതിൽ നീളം കൊണ്ട് 6ാം സ്ഥാനത്തുള്ള നദിയാണ് കടലുണ്ടിപ്പുഴ. വളഞ്ഞു പുളഞ്ഞ് ചുറ്റിക്കറങ്ങി കടലുണ്ടിയിൽ എത്തി അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നത് കൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്. അട്ടപ്പാടി സൈലൻ്റ് വാലി സഹ്യപർവ്വതത്തിലെ ചേരക്കൊമ്പൻ മലയിൽ നിന്നും ഉത്ഭവിച്ച് കുന്തിപ്പുഴയുടെ പോഷക നദിയായി പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകി കടലുണ്ടിയിലൂടെ അറബിക്കടലിൽ ചെന്ന് ചേരുന്നു. മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ വെള്ളിയാർ പുഴ, ഒലിപ്പുഴ എന്നീ പോഷക നദികൾ കടലുണ്ടിപ്പുഴയിലേക്ക് ചേരുന്നു. ആകെ ഈ നദിയുടെ നീളം 130 കിലോമീറ്റർ ആണ്. അതിൽ പ്രധാനമായും മലപ്പുറം ജില്ലയിലൂടെയാണ് ഈ പുഴ ഒഴുകുന്നത്. കുന്തിപ്പുഴ പെരിന്തൽമണ്ണ, മേലാറ്റൂർ, മണ്ണാർമല, കവളപ്പാറ, ഏറനാട്, വള്ളുവനാട്, മലപ്പുറം, പാണക്കാട്, ഒതുക്കുങ്ങൽ, വേങ്ങര, വലിയോറ, പുതുപ്പറമ്പ്, വെന്നിയൂർ, വാളക്കുളം, തിരൂരങ്ങാടി, മമ്പുറം, ചെമ്മാട്, പാലത്തിങ്ങൽ, മൂന്നിയൂർ, മാതാപ്പുഴ, അരിയല്ലൂർ, കൊടക്കാട് എന്നിവയാണ് ഈ പുഴയുടെ തീരത്തെ പ്രധാന പ്രദേശങ്ങൾ. പ്രമുഖ വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങളായ കോട്ടക്കുന്ന്, മമ്പുറം മക്കാം, തിരൂരങ്ങാടി വലിയ പള്ളി, കടലുണ്ടി പക്ഷി സങ്കേതം എന്നിവ ഈ പുഴയുടെ തീരത്താണ് എന്നത് ഇതിനെ ചരിത്ര സമ്പന്നമാക്കുന്നു. വാഹനങ്ങളും റോഡ് സൗകര്യവും ഉണ്ടാകുന്നതിന് മുമ്പ് കടൽ മാർഗം വരുന്ന ബോട്ടുകൾ കടലുണ്ടിപ്പുഴ വഴി മലപ്പുറം, പാലക്കാട് ഭാഗത്തേക്കുള്ള പ്രധാന സഞ്ചാരപാതയായിരുന്നു കടലുണ്ടിപ്പുഴ എന്നത് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. 2001 ജൂൺ 22-നുണ്ടായ കടലുണ്ടി ട്രെയിൻ ദുരന്തം മറക്കാനാവുന്നതല്ല. മംഗലാപുരം ചെന്നൈ മെയിൽ പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു കടലുണ്ടിപ്പുഴ കടക്കുന്നതിനിടെ പാളം തെറ്റിയത്. 3 ബോഗികൾ വെള്ളത്തിൽ വീഴുകയും അതുമൂലം 59 പേർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തു. 300 പേർക്ക് വരെ പരിക്കേറ്റതായി കരുതപ്പെടുന്നു. 140 വർഷം പഴക്കമുള്ള പാലത്തിൻ്റെ ഒരു തൂൺ ദ്രവിച്ചതായിരുന്നു മേൽ അപകടത്തിന് കാരണമായി വിലയിരുത്തുന്നത്. കടലുണ്ടി ട്രെയിൻ അപകടത്തിൻ്റെ തീരാത്ത ഓർമ്മകൾ മറ്റൊരു വീഡിയോയിലൂടെ ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. 1274 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിന് ജലസേചനം പ്രദാനം ചെയ്യുന്ന ഈ മഹാനദിയുടെ പല ഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തിയില്ലാത്തത് കാരണം പല പ്രദേശങ്ങളും പുഴയെടുത്തു പോകുന്നതും വെള്ളം കയറി ജനജീവിതം ദുസ്സഹമാകുന്നതും മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാത്തതും ഈ പുഴയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്നുണ്ട്. അമിതമായ മാലിന്യം കാരണം ഈ പുഴയിൽ കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് 100 ഇരട്ടിയിലേറെ വർദ്ധിച്ചതായുള്ള പേടിപ്പിക്കുന്ന റിപ്പോർട്ട് ഈയിടെയായി പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉപ്പിൻ്റെ അളവ് കൂടുകയും നൈട്രേറ്റിൻ്റെ അളവ് വളരെ അധികം കുറഞ്ഞതും മഹാപരിസ്ഥിതി പ്രത്യാഘാതമാണ് വിളിച്ചോതുന്നത്.
പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി ഉടനെ എത്തും.